നിരവധി ടൈപ്പ് സാമ്പാർ, എത്ര ടൈപ്പ് സാമ്പാർ ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. എന്ന് വെച്ചാൽ രാവിലെ ഇറങ്ങി നേരെ പറമ്പിലേക്ക് ഇറങ്ങും. പറമ്പിലേക്ക് ഇറങ്ങുമ്പോൾ കാണുമ്പോൾ ചേമ്പാണ് ഭാഗമായിട്ടിരിക്കണമെങ്കിൽ ചേമ്പ് മുറിക്കും, ചേമ്പിൻ്റെ ഇതെടുക്കും, താളെടുക്കും, ചേമ്പ് വെച്ചിട്ട് സാമ്പാറുണ്ട്. പിന്നെ അതിൻ്റെ തണ്ട് വെച്ചിട്ട് താള് വെച്ചിട്ട് സാമ്പാറുണ്ടാക്കും. പിന്നെ നോക്കുന്നത് ചിലപ്പോൾ വാഴ കുലച്ച് നിൽക്കുകയായിരിക്കും. അപ്പോൾ വാഴ വെട്ടിയെടുക്കും. വാഴ വെട്ടിയെടുത്തിട്ട് അതിൻ്റെ കൂമ്പ് വെച്ച് കറി ഉണ്ടാക്കും, ഈ കായ വെച്ചിട്ട് സാമ്പാറുണ്ടാക്കും. ഒരുപാടായിട്ട് ഉരുളക്കിഴങ്ങ് വെച്ച് സാമ്പാറുണ്ടാക്കാം, തക്കാളി വെച്ച് സാമ്പാറുണ്ടാക്കാം, ചെറിയ ഉള്ളി വെച്ച് സാമ്പാറുണ്ടാക്കാം, സവാള വെച്ചിട്ട് സാമ്പാർ. സാറേ ഇതിൻ്റെ ഞാൻ സാമ്പാറിനെ കുറിച്ച് ഒരു റിസർച്ച് ഒക്കെ നടത്തി. ഇപ്പോൾ തിരുവിതാംകൂറിലുള്ളവർക്ക് കഷ്ണങ്ങൾ നിർബന്ധമായിട്ട് വേണം. അത് തൃശ്ശൂരൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു വെജിറ്റബിളും അതിൻ്റെ ഗ്രേവിയാണ് കൂടുതൽ വേണ്ടത്. അപ്പോൾ എൻ്റെ ഒരു കണക്കിന് നമ്മുടെ കേരളത്തിൽ തന്നെ 40-ൽ പരം വ്യത്യസ്തമായ സാമ്പാറുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലാണ് അതിനെ കുറച്ചുകൂടെ ബെറ്റർ. അവർക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചാൽ ചിന്ന വെങ്കായ സാമ്പാർ, മുള്ളങ്കി സാമ്പാർ. മുള്ളങ്കി ആണെങ്കിൽ ആ മുള്ളങ്കി മാത്രമേ ഉണ്ടാവുള്ളൂ അതിൻ്റെ ഒരു ഫ്ലേവർ. അമരയ്ക്ക സാമ്പാറാണെങ്കിൽ അമരയ്ക്ക മാത്രമുണ്ട്. നമുക്ക് കേരളത്തിൽ അതിന് വെണ്ടയ്ക്ക, വഴുതനങ്ങ, തക്കാളി, മത്തങ്ങ, ചേന, ചേമ്പ് എല്ലാം കൂടെ ചേർത്തിട്ട് പരിപ്പൂടെ വേവിച്ചിട്ട് കുറുകി കഷ്ണങ്ങളൊക്കെ ആയിട്ട് കഴിക്കുന്ന സാമ്പാറാണ് തെക്കൻ കേരളത്തിൽ.